ഇനി നമുക്ക് ഒന്ന് രണ്ട് മരങ്ങളുടെ പാറ്റേൺ എങ്ങനെ വരയ്ക്കാമെന്ന് നോക്കാം. ഇവിടെ ആദ്യത്തെ ഡിസൈൻ വരയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു മരത്തിൻ്റെ ബ്രാഞ്ചസും അതേപോലെ ട്രീ ട്രങ്ക്, റൂട്ട് അതെല്ലാം ഞാൻ വരച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇതിൽ മെയിനായിട്ട് നോക്കേണ്ടത് ഇതിൻ്റെ ലീഫ് എങ്ങനെ വരയ്ക്കാമെന്നാണ്. ബ്രാഞ്ച് വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത് അതിൻ്റെ ഓരോ ബ്രാഞ്ചസിൻ്റെയും സ്റ്റാർട്ടിങ് നല്ല വീതിയിലും പിന്നെ അത് മുകളിലേക്ക് പോകുന്തോറും വീതി കുറച്ച് വേണം വരയ്ക്കാൻ. അപ്പോൾ നമുക്ക് കളറിങ് ചെയ്യുമ്പോൾ നല്ല എളുപ്പമായിരിക്കും ഷെയ്ഡ് ചെയ്തെടുക്കാൻ, അതുപോലെ കാണാനും നല്ല ഭംഗിയുണ്ടാവും. ഇപ്പോൾ ഞാനിവിടെ വരച്ചിരിക്കുന്നത് ഓരോ ബ്രാഞ്ചസിനും ഒരു ബോർഡർ ലൈൻ വരച്ചു കൊടുത്തിട്ടുണ്ട് പാരലലായിട്ട്. അതെന്തിനാ വെച്ചാൽ നമ്മൾ ലീഫ് വരയ്ക്കുമ്പോൾ ഒരേപോലെ വരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു ബോർഡർ ലൈൻ വരച്ച് കൊടുത്തിരിക്കുന്നത്. ഈ ബോർഡർ ലൈൻ വരച്ചു കൊടുക്കുന്നതും അതേപോലെ താഴെ വീതി കൂട്ടിയും മുകളിൽ വീതി കുറച്ചും തന്നെയാണ് വരയ്ക്കേണ്ടത്. അപ്പോഴാണ് ലീഫ് കാണാൻ ഭംഗിയുണ്ടാവുള്ളൂ. ഇനി ആദ്യത്തെ ലീഫ് ആദ്യം ചെറിയൊരു ലീഫ് വരച്ചിട്ട് അതിൻ്റെ താഴെ ഇതേപോലെ ഇങ്ങനെ അടുക്കി അടുക്കി ഓരോ ലീഫ് വരച്ചെടുക്കുന്നതാണ് ഡിസൈൻ. ഇവിടെ ഈ ഞാൻ കാണിക്കുന്ന അതേ പാറ്റേണിൽ ലീഫ് വരയ്ക്കണം അങ്ങനെയൊന്നുമില്ല. അതൊക്കെ നമ്മുടെ ഇഷ്ടപ്രകാരം നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്ക് വരയ്ക്കാം. ശ്രദ്ധിക്കാനുള്ളത് ഓരോ ബ്രാഞ്ചസിൻ്റെയും ബോർഡർ ലൈന് വരച്ചു കൊടുക്കണം. അപ്പോഴാണ് കറക്റ്റായിട്ട് ആ ഇലകൾ അതിനകത്ത് ഒരേ സൈസിൽ വരും. അതേ ഉള്ളൂ. ബാക്കിയൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എന്ത് ചേഞ്ചസും ഈ പാറ്റേണിൽ വരുത്താൻ പറ്റും. മരം വരയ്ക്കുമ്പോൾ അതിന് പ്രത്യേകിച്ച് അളവുകളൊന്നുമില്ല. നമുക്കതിനെ നമ്മുടെ ഭാവനയ്ക്കനുസരിച്ച് എത്രത്തോളം ഭംഗിയാക്കാൻ പറ്റുമോ അത്രയും ഭംഗിയാക്കാം. മ്യൂറൽ പെയിൻറ്റിങ് പഠിക്കുമ്പോൾ അതിൻ്റെ ബേസിക് ക്ലാസ്സിൽ വരുന്ന ലെസൺസൊക്കെയാണ് ഈ മരത്തിൻ്റെ ഡിസൈനൊക്കെ വരച്ച് പഠിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ കളറിങ് വീഡിയോസൊന്നും അപ്ലോഡ് ചെയ്യാത്തത്. ഇനി ആർക്കെങ്കിലും ഇത് കളറിങ് ചെയ്ത് കാണണം, അതിൻ്റെ കളറിങ് കോമ്പിനേഷൻസ് അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്യാം.